മഴക്കാലത്ത് എന്തുകൊണ്ട് കൂടുതൽ മുടി കൊഴിയുന്നു? അത് നമ്മളുടെ അന്തരീക്ഷത്തില് വല്ലാതെ ഈർപ്പം നിലനിർത്തണം. അത് കാരണം നമ്മളെ തലയോട്ടിയിൽ എപ്പോഴും നനവും വിയർപ്പും പറ്റിപ്പിടിച്ചിരിക്കുക. അപ്പൊ കൂടുതൽ നമ്മളുടെ അഴുക്ക് തലയിൽ അടിഞ്ഞു കൂടും. അങ്ങനെയാകുമ്പോ നമ്മളുടെ തലയിൽ നിറയെ താരൻ വരും, താരൻ നിറച്ചുണ്ടാവും. അങ്ങനെയാകുമ്പോ നമ്മളുടെ മുടിവേരുകൾക്കൊക്കെ ബലം കുറയും. അങ്ങനെയാകുമ്പോ മുടി നന്നായി കൊഴിയും. പിന്നെ എങ്ങനെ തല കഴുകണം മഴക്കാലത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മഴവെള്ളം ഒരിക്കലും തലയിൽ വീണാൽ നിങ്ങൾ അത് തുടച്ചു കളയാൻ മറക്കരുത് കേട്ടോ. അത് പൊടിയും പൊല്യൂഷനൊക്കെ അടങ്ങിയതാണ് അന്തരീക്ഷത്തിലെ വെള്ളം. നമ്മൾ മഴ നേരിട്ട് നമ്മളെ തലയിലേക്ക് കൊണ്ടു കഴിഞ്ഞാൽ. അപ്പൊ നമ്മൾ മഴക്കാലത്ത് ശുദ്ധമായ വെള്ളത്തിൽ തന്നെ തല കഴുകണം. അപ്പൊ നമ്മൾ എങ്ങനെ തുടയ്ക്കണം? ഒരുപാട് അമർത്തി അമർത്തി ഒരിക്കലും തുടയ്ക്കരുത്. ഈ കോട്ടൺ തുണി കൊണ്ട് ഒപ്പി ഒപ്പി മുടി എടുക്കണം, മുടിയിലത്തെ വെള്ളം എടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ബനിയൻ ഉണ്ടല്ലോ, നമ്മൾ വൃത്തിയിൽ കഴുകി വെച്ചിട്ട് നമ്മൾ ആ ബനിയൻ ക്ലോത്ത് തുണി, അതുകൊണ്ട് നിങ്ങൾ ഒപ്പി ഒപ്പി മുടിയിലെ വെള്ളം എപ്പോഴും ഉണക്കി സൂക്ഷിക്കണം. മഴക്കാലത്ത് മുടി ഈർപ്പം നിന്നാൽ താരനും ഒക്കെ വന്ന് നിങ്ങൾക്ക് ചൊറിച്ചിൽ കൂടും കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ഈ മുടി കൊഴിച്ചിൽ കൂടുതലാവണത്. ആഴ്ചയിൽ 2 or 3 തവണ വീര്യം കുറഞ്ഞ ഷാമ്പു ഇട്ടിട്ട് നിങ്ങൾ മുടി കഴുകാൻ ശ്രദ്ധിക്കണം. കാരണം തലയോട്ടിയിൽ ചളി ഇരിക്കാനേ പാടില്ല. ഈ ഷാമ്പു ഇട്ട ദിവസം നിങ്ങൾ ആരും മറക്കരുത്, കണ്ടീഷണർ ഉപയോഗിക്കണം. മുടിയുടെ തലപ്പത്തേട്ടോ, തലയോട്ടിയിൽ ഒരിക്കലും കണ്ടീഷണർ ഉപയോഗിക്കാൻ പാടില്ല. അത് മുടിയുടെ തലപ്പത്ത് നിങ്ങൾ കണ്ടീഷണർ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അറ്റം പൊട്ടിപ്പോകും. അല്ല, ഇനി നിങ്ങൾക്ക് കണ്ടീഷണർ ഒന്നും ഇല്ലെങ്കിൽ നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ കൂടുതൽ നന്ന്. അത് നമ്മളെ കയ്യിൽ ഒരു ലേശം എടുത്തിട്ട് നല്ല ഒന്നിങ്ങനെ മുടിയിലെ എല്ലായിടത്തും കൂടി ഒന്ന് കൈ ഓടിക്കുക. മനസ്സിലായാലും ഒന്ന് കൈ ഓടിക്കുക. തലപ്പത്ത് ഒരു ലേശം ഒരു തുള്ളി അധികം എടുത്തിട്ട് തലപ്പ് വൃത്തിയാക്കുക. എങ്കിൽ നിങ്ങളുടെ മുടി പൊട്ടിപ്പോവാതെ നിലനിൽക്കും. നിങ്ങളെ മഴക്കാലത്ത് മുടി നന്നായി ഉണക്കണം കേട്ടോ. അപ്പൊ ഈ ഉണക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നനവോടുകൂടി ഒരു കാരണവശാലും മുടി ചീവരുത്. നിങ്ങൾ ഉണക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ മഴക്കാലത്ത് കുളിക്കരുത്. കാരണം മുടി നനയ്ക്കരുത്. ഉണങ്ങാൻ സമയമുണ്ടെങ്കിൽ മാത്രം മുടി നനയ്ക്കുക. കാരണം മുടി നനവോടുകൂടി നിങ്ങൾക്ക് എങ്ങടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കെട്ടിവെച്ചാൽ അവിടെയൊക്കെ മുടിക്കായ വരും കേട്ടോ, കുഞ്ഞു കുഞ്ഞു കായ വരും. അത് അവിടെ മുറിഞ്ഞു പോകും. അപ്പൊ നിങ്ങളുടെ മുടി നീളം പെട്ടെന്ന് കുറയും. പിന്നെ അങ്ങനെയല്ല, കൊഴിയും ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങളൊരു ദുർഗന്ധവും വരും. മഴക്കാലത്ത് നിങ്ങൾ ഒരിക്കലും മുടി ഉണങ്ങാതെ ഒരിക്കലും കെട്ടിവെക്കരുത് കേട്ടോ. അങ്ങനെ ആ ദുർഗന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗസ് ബാധയും കണ്ണി കണ്ട ഇൻഫെക്ഷനുകളൊക്കെ വന്ന് തലമുടി നിങ്ങൾക്ക് ചൊറിഞ്ഞു പൊട്ടി കൊഴിഞ്ഞു പോകും. പിന്നെ എല്ലാവരും ഉണ്ട് ഇപ്പൊ ഡ്രയർ ഉപയോഗിച്ചിട്ടല്ലേ മുടി ഉണക്കുക. അത് നിങ്ങൾ കൂൾ മോഡിലേ വെക്കാവുള്ളൂ കേട്ടോ. വല്ലാതെ ചൂട് തട്ടരുത്. അപ്പൊ നിങ്ങളുടെ മുടി തിന്നായി മാറും, കാരണം കട്ടി കുറയും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഉണക്കരുത്. ഈറൻ മുടി ചീന്തരുത്. ഉണങ്ങിയതിന്റെ ശേഷം നിങ്ങൾ നന്നായി കെട്ടിവെച്ച് സൂക്ഷിച്ച് കൊണ്ട് നടക്കണം. മഴക്കാലത്താണ് നമ്മളെ മുടിയിലേക്ക് അണുക്കളൊക്കെ കൂടുതൽ വരിക. പൊടിയും പൊല്യൂഷനും ഒക്കെ നിങ്ങളെ തലയിൽ പറ്റി പിടിച്ച് നിൽക്കും. അപ്പൊ ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ മുടി വൃത്തിയിൽ ചീന്തി വെച്ച് പുറത്തേക്ക് പോകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒഴിവില്ലാത്തവര് കുളിക്കണ്ട, രാവിലെ കുളിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ എപ്പോഴേലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുളിച്ചാൽ മതി. മഴക്കാലത്ത് കുളി കുറച്ച് കുറയ്ക്കാം. മക്കളെ, എണ്ണ തേക്കുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾ തലയിൽ വെക്കരുത് കേട്ടോ. മഴക്കാലത്ത് നിങ്ങൾ 20 മിനിറ്റിൽ മീതെ തലയിൽ എണ്ണ വെക്കരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നോ, ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രം നിങ്ങൾ ഈ മഴക്കാലത്ത് എണ്ണ വെച്ചാൽ മതി. അത് നിങ്ങൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട്, അങ്ങനെ ഒരു ഇളം ചൂടുള്ള എണ്ണ, നമ്മൾ തേക്കണ എണ്ണ ഏതാണെങ്കിലും, വെളിച്ചെണ്ണ കാച്ചിയ എണ്ണ എന്താണെങ്കിലും, ഒരു ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടുള്ള ഒരു നേർപ്പിലുള്ള ചൂടുള്ള എണ്ണ മാത്രം തേക്കുക. 20 മിനിറ്റ് മാത്രം വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ ഷാമ്പു തേക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ വേണം. നമ്മൾ എണ്ണ തേക്കുമ്പോൾ ഒരുപാട് വാരി പൊത്തി അത് കഴുകി കളയാതെ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചളി കൂടി താരനും ചൊറിച്ചിലൊക്കെ വന്ന് ഇതൊക്കെ മുടി കൊഴിച്ചിലിന്റെ ഭാഗമാണ് കേട്ടോ. അപ്പോ ആഴ്ചയിൽ നിങ്ങൾ കുറച്ച് തവണ, 2 തവണ തേച്ചാൽ മതി. കുറച്ച് എണ്ണ ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വയ്യാത്ത ഒരു കയ്യിലിട്ട് നന്നായി ചൂടാക്കിയിട്ട് ചെറിയ മസാജില് കുറഞ്ഞ തോതിൽ എണ്ണ തേക്കുക. മനസ്സിലായല്ലോ? തേച്ച ദിവസം അത് ഡീപ്പ് ക്ലീനിങ്, മനസ്സിലായല്ലോ, കഴുകി കളയണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എണ്ണ വളരെ കുറച്ചേ തേക്കാവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള. മഴക്കാലത്ത് എണ്ണ തേക്കുമ്പോൾ വളരെ തെറ്റുകൾ ചിലവർ ചെയ്യുന്നുണ്ട്. നിറുകിൽ ഇങ്ങനെ പൊത്തും അല്ലേ? അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പറയാണ്. കുട്ടികൾ ചോദിക്കുന്നു, ഹെയർ പാക്ക് ചെയ്യാവോ എന്ന്. ചെയ്യാം. മുടി നമുക്കൊരു കണ്ടീഷണർ പോലെ പ്രവർത്തിക്കുന്ന ഹെയർ പാക്കുകൾ നിങ്ങൾക്ക് ചെയ്യാം. അത് നമുക്ക് ഉലുവ തൈര്, പുളിയില്ലാത്ത തൈര്, തലേ ദിവസം കുതിർത്തിയ ഉലുവ, അത് നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കുക. വല്ലാതെ കൊഴുകൊഴുന്നനുള്ളതാവാതെ. എന്നിട്ട് നിങ്ങൾ തലയിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോർമൽ വെള്ളത്തിൽ അത് കഴുകി കളയാം. അപ്പൊ അതില് തരിപ്പൊന്നും നമ്മളെ മുടിയിൽ പറ്റരുത് കേട്ടോ. അപ്പൊ അരിക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ ഉലുവ പേക്ക് തേക്കരുത്. പിന്നെ അല്ലെങ്കിൽ തലേ ദിവസം കുതിർത്തിയ ഉലുവയുടെ വെള്ളം മാത്രം നിങ്ങൾക്ക് തേച്ചിട്ട് പെട്ടെന്ന്
പെട്ടെന്ന് കഴുകിക്കളയാം. അതൊന്നും കുറെ സമയം വെക്കരുത്. 20 മിനിറ്റിലും മീതെ ഈ മഴക്കാലത്ത് നിങ്ങൾ തേക്കരുത് കേട്ടോ. അതേപോലെ മുരിങ്ങ ഒന്നും ഇനി തേക്കരുത്. മുരിങ്ങയൊക്കെ മുടിക്ക് കനം കൂടും, ഉണങ്ങില്ല. അപ്പൊ അങ്ങനത്തെ ഹെയർ പാക്കുകളും മാസ്കുകളും ഒന്നും ഇല്ലാതിരിക്കുക നല്ലത്. ഇനി ഒന്നും ചെയ്യാൻ സമയമില്ലെങ്കിലും നിങ്ങൾ ചെറിയ ഉള്ളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് തേക്കുക. അല്ലെങ്കിൽ കോഴിമുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയും ഒന്ന് തേക്കുക. ഒക്കെ 20 മിനിറ്റ് വെറും നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക. ഉള്ളി മണമുള്ളവര് അത് വേണ്ട. ഉള്ളി നല്ലതാണ് കേട്ടോ മുടിക്ക്. അപ്പൊ ഇനി ചെറുനാരങ്ങയും മുട്ടയും ആ മണം ഉണ്ടാവില്ല കേട്ടോ. ചെറുനാരങ്ങ ലേശം ഒറ്റിച്ചാലേ. അപ്പൊ അങ്ങനത്തെ ഒരു പാക്ക് ഇടുക. ഒക്കെ ഒരു കൂടുതൽ സമയം വെക്കരുത്. ഇങ്ങനെ മുടിയിലേക്ക് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് 20 മിനിറ്റേ വെക്കാവുള്ളൂ. അങ്ങനെയേ നിങ്ങളെ മുടി വളർച്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതേ, വെള്ളം കൂടി ദാഹിക്കില്ല. കണ്ടല്ലോ, അകത്തു കൂടെ ഉള്ള സ്ത്രീകൾക്കൊന്നും ദാഹിക്കില്ല. ദാഹിച്ചില്ലേ എന്നുള്ളത് കണക്കാക്കണ്ട. നിങ്ങൾ സിപ്പായിട്ട് വെള്ളം ഒരു 10 ഗ്ലാസ് എങ്കിലും ചുരുങ്ങിയത് കുടിക്കണം കേട്ടോ. പിന്നെ എണ്ണ തേച്ചല്ലോ, ഞാനൊരു ഹെയർ പാക്ക് ഇട്ടല്ലോ, ഇനി മുടി വളർന്നോളൂന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മുടി വളരണമെങ്കിൽ അകത്തേക്കും ചെല്ലണം ഭക്ഷണം. മനസ്സിലായല്ലോ? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ എല്ലാവരും കഴിക്കണം. അതില് മുട്ട, പാല്, പയറുവർഗ്ഗങ്ങള്, കാര്യമായിട്ട് ചെറുപയറ് മുളപ്പിച്ച് കഴിച്ചിട്ട് ഇളം ഒന്ന് വറുത്തിട്ടേക്ക് ഇടുക. മുളപ്പിച്ച ചെറുപയർ. എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രോട്ടീൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഈ ഒന്ന് തുടങ്ങേണ്ട എല്ലാവിധം നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും നാരുവർഗ്ഗങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായാലും. മോഷൻ ശരിയായില്ലെങ്കിൽ മക്കളെ നമുക്ക് ആകെ ടെൻഷനാണ്. അപ്പൊ നമ്മൾ മുടി പൊഴിഞ്ഞു പോകും. അപ്പൊ മോഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് നാരുവർഗ്ഗങ്ങൾ നിങ്ങൾ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുപയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മോഷൻ ശരിയാവുന്നുണ്ട്. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ മുളപ്പിച്ച ചെറുപയർ വറുത്തിട്ടേക്ക് ഇട്ടിട്ട് അത് കുറച്ച് കഴിച്ചാലും നിങ്ങൾക്ക് മോഷൻ ശരിയാവും. അതുപോലെ ഫ്രൂട്ട്സുകൾ എന്തെങ്കിലും രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങളൊരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കുക. ഇനി പാല് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് പാല് ഇളം ചൂട് കൊടുക്കുന്ന കുടിക്കുക. എങ്കിൽ നല്ല മോഷൻ ശരിയാവും രാവിലെ. മനസ്സിലായില്ലേ? അപ്പൊ ക്ലീൻ ആയില്ല നമ്മളെ വയറ് വെച്ചാൽ കുടലിന്റെ പ്രവർത്തനമൊക്കെ ശരിയായി നടക്കണം. ദഹനം കുറയണ സമയമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. ദഹനം നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് നാരുവർഗ്ഗങ്ങൾ നല്ലോണം കഴിക്കണം. വെണ്ടയ്ക്ക അങ്ങനത്തെ ഭക്ഷണം, പച്ചക്കറികളൊക്കെ ധാരാളം, ബീൻസ്, പയറ് എല്ലാം കഴിക്കാട്ടോ, എല്ലാ ഭക്ഷണങ്ങളും. പിന്നെ അതുപോലെ നമ്മൾ ഈ വല്ലാതെ മഴ നിൽക്കുമ്പോൾ മുരിങ്ങ കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്തിന് മുരിങ്ങ ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. അതിന് പകരം നമ്മൾ ചീര കഴിക്കുക. ഒരുപാട് ഇലവർഗ്ഗങ്ങൾ ഉണ്ടല്ലോ, എന്തെങ്കിലും ഇലവർഗ്ഗങ്ങൾ നിങ്ങൾ ഒപ്പം കഴിക്കണം. നമ്മളെ മുടിക്ക് ഇലവർഗ്ഗങ്ങളാണ് കേട്ടോ കൂടുതൽ നമുക്ക് മുടി തരുന്നത്. പിന്നെ നിങ്ങൾ എന്തെന്നെ ആയാലും ഒരു കുഴപ്പമില്ല, ഒരു നെല്ലിക്ക, ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം കൂടിയിട്ട് അടിച്ചിട്ട് അതിന്റെ ജ്യൂസ് നിങ്ങൾ വൈകുന്നേരം ഇടസമയത്ത് മാത്രം അത് കുടിക്കുക. എണീറ്റ വഴിക്ക് വെറുവയറിൽ കഴിക്കണ്ട കേട്ടോ. വൈകുന്നേരം ഇടസമയത്ത് നിങ്ങൾ കഴിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട മുടി സംരക്ഷണം. വെള്ളം കൂടി മസ്റ്റാണ്, അതാരും മറക്കരുത്. വീണ്ടും വീണ്ടും പറയാണ്, വെള്ളം കുടിച്ചില്ലെങ്കിൽ മക്കളെ നമുക്ക് ഡീഹൈഡ്രേറ്റ് ആവും. നമ്മൾ അറിയില്ല. നമ്മളെ തലയോട്ടിയിലൊക്കെ ഞെരുക്കം വരും. കാരണം എന്താ പറയുക, ഒരു സ്മൂത്ത് ആവില്ല. രക്തം നേരെ ഓടിയില്ലെങ്കിൽ സ്മൂത്ത് ആവില്ല. നമ്മളെ ഈ തൊലി ചുളിയണുണ്ടല്ലേ എന്ന പോലെ ഡ്രൈ ആവും. നമ്മളെ തലയോട്ടിലെ സ്കിന്ന് ഡ്രൈ ആവും. അത് കാരണം നമ്മളെ മുടി ഊരി പോവും, പറഞ്ഞു പോവും. പല കുട്ടികൾക്കും പൊട്ടിപ്പോവുക, പറഞ്ഞു പോവുക, അറ്റം വിളരുക, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ മക്കളെ ഏറ്റവും വെള്ളം കൂടി അകത്തേക്ക് പോഷകമായ ആഹാരങ്ങൾ കഴിക്കുക. എണ്ണ വളരെ മിതമായ നിരക്കിൽ നിങ്ങൾ ഉപയോഗിക്കാവൂ. പിന്നെ നിങ്ങൾ രാത്രി നിങ്ങൾ മുടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുടി നന്നായിട്ട് നിങ്ങൾ ചീന്തി കോതി ഒതുക്കിയതിന്റെ ശേഷം മുകളിലേക്ക് കെട്ടിവെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, മുടഞ്ഞിട്ടാ എന്താണോ വലിയും, ആരും അറിയില്ല. അങ്ങനെ വലിയണുണ്ട്. അപ്പൊ നമ്മളെ മുടി കൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇങ്ങനെ വലിയുമ്പോൾ. അപ്പൊ നിങ്ങൾ നിറുകിലേക്ക് കെട്ടിവെച്ചിട്ട്, കുട്ടികളൊക്കെ ഉപയോഗിക്കാത്തൊരു ബനിയൻ ക്ലോത്ത് തുണി കൊണ്ട് പതുക്കെ ഒരു കവറിങ് അയച്ചിട്ട് ഇങ്ങോട്ട് രക്തോട്ടം കൊണ്ട് പോട്ടയച്ചിട്ട് മുറുക്കി കെട്ടരുത് കേട്ടോ. ചെറിയൊരു കവറിങ്, ഒന്നുമല്ല. ഫാൻ ഇടാതെ ആരും കിടക്കണില്ല. അപ്പോൾ ആ ഫാനിന്റെ കാറ്റ് തട്ടുമ്പോൾ നമ്മളെ മുടിയിലേക്ക് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പൊടി വല്ലാതെ ഉണ്ട്. അപ്പൊ നമ്മളെ മുടിയിലേക്ക് വല്ലാതെ പൊടി വരും. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ അറിയാത്ത പൊടി നമ്മളെ മുടിയിൽ വന്ന് ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം നിങ്ങൾ മുടി ഒന്ന് കവർ ചെയ്ത് വെക്കാൻ, അതോ നമ്മൾ ബനിയൻ ക്ലോത്ത് തുണിയുണ്ട്. അതുപോലെ പില്ലോ കവർ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം അത് വൃത്തിയാക്കണം. ബെഡ്ഷീറ്റ് ഒക്കെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വൃത്തിയാക്കേണ്ട സമയം മഴക്കാല. തിരുമ്പി ഉണങ്ങിയില്ല, അതുകൊണ്ട് തിരുമ്പാൻ പറ്റിയില്ല, അങ്ങനെ പറയരുത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരണം കേട്ടോ. അപ്പൊ മഴക്കാലത്ത് എല്ലാം ഉണക്കി സൂക്ഷിക്കുക, വൃത്തിയിൽ സൂക്ഷിക്കുക. നമ്മൾ ഇടുന്ന ഡ്രസ്സുകളാണെങ്കിലും പിന്നെ പഴകിയ ഭക്ഷണം കഴിക്കാതിരിക്കുക. എന്നാൽ ചൂടോടെ തന്നെ കഴിക്കണം, നല്ല അന്നന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. പഴകിയത് കഴിക്കരുത് കേട്ടോ. ഇതൊക്കെ നമ്മളെ മുടിയെ ബാധിക്കുന്നുണ്ട്. നമ്മളെ ശരീരത്തിൽ എന്ത്
നടന്നാലും ആദ്യം ബാധിക്കുക മുടിയാണ് സ്ത്രീകൾക്ക് കേട്ടോ. അപ്പൊ രക്തക്കമ്മി വരും, നമുക്ക് ഇൻഫെക്ഷൻ വരും, നമ്മൾക്ക് ആകെ അസുഖക്കാരാവുമല്ലേ. അപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മഴക്കാലത്ത് നിങ്ങൾ 2 ആഴ്ച തുടർന്ന് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ അത് ചെയ്തോളും. 2 ആഴ്ച ഞാൻ പറയാച്ച 21 ദിവസം നിങ്ങൾ എന്തും ഒരു ചിട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തുടർന്ന് ചെയ്തോളും. അപ്പൊ നിങ്ങൾ എല്ലാവരും 2 3 ആഴ്ച അത് തുടർന്ന് ചെയ്തു നോക്കൂ. നല്ല മാറ്റം കാണും. പിന്നെ നിങ്ങളെ മുടി കൊഴിയില്ല, മുടി വളർന്നോളും. പിന്നെ നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് തന്നെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ പോയിക്കോട്ടെ. ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ ഇന്നത്തെ വിഷയം മഴക്കാലത്തെ മുടി സംരക്ഷണമായിരുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേട്ടു എന്ന് വിചാരിക്കുന്നു, അതുപോലെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ നമ്മുടെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.